ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 2013 മാർച്ച് 13-നാണ് അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ 266-ാം പരമാധ്യക്ഷനായി എത്തിയത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. വേറിട്ട നിരീക്ഷണങ്ങളിലൂടെ നിലപാടുകളിലൂടെ ശ്രദ്ധേയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. രാഷ്ട്രീയ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞു. ലോക രാഷ്ട്രീയത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തി. ഭീകരതയും അഭയാർത്ഥി പ്രശ്നങ്ങളും മുതൽ ആഗോളതാപനം വരെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടു. അഭിപ്രായങ്ങൾ പറഞ്ഞു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു. മറ്റൊരു വിപ്ലവകരമായ നീക്കവും മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്നുണ്ടായി. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിൽ മുൻകൈയെടുത്തു. ഭിന്ന ലൈംഗിക വിഭാഗങ്ങളെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു. വധശിക്ഷയോടും പ്രതികൂല നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. 1936 ഡിസംബർ 17-ന് അർജന്റീനയിൽ ബ്യൂണസ് ഐറിസിലാണ് ജോർജ് മാരിയോ ബർഗോളിയോ ജനിച്ചത്. പിതാവ് ഇറ്റലിക്കാരനായിരുന്നു. മുസോളിനിയുടെ ഭരണകാലത്ത് ആ ഭരണത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം. അവിടെ അദ്ദേഹം റെയിൽവേ ജീവനക്കാരനായി ജോലി ചെയ്തു. അദ്ദേഹത്തിന് 5 മക്കളായിരുന്നു. ആ 5 മക്കളിൽ ഒരാളാണ് ജോർജ് മാരിയോ. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം 1969 ഡിസംബർ 13-ന് അദ്ദേഹം ജെസ്യൂട്ട് വൈദികനായി. 1973 മുതൽ 1979 വരെ അർജന്റീനൻ സഭയുടെ പ്രൊവിൻഷ്യാളായിരുന്നു. 1980-ൽ സാൻ മിഗ്വൽ സെമിനാരി റെക്ടറായി. 1992-ൽ ബ്യൂണസ് ഐറിസിൻ്റെ സഹായമെത്രാനായി. 1998-ൽ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി. ബിഷപ്പായിരിക്കെ തന്നെ മാതൃകാപരമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ആഡംബര ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ചു. ആഡംബര വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ യാത്രയ്ക്കായി പൊതുഗതാഗതം ഉപയോഗിച്ചു. 2001-ൽ കർദിനാളായി. വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയായയുടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. 2005-ൽ അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൻ്റെ അധ്യക്ഷനായി. 3 വർഷത്തിന് ശേഷം ഇതേ പദവിയിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2013-ൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ലളിത ജീവിതം തുടരാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. ഏതൊരു അർജന്റീനക്കാരനെയും പോലെ കാൽപന്ത് കളിയെ ഏറെ ഇഷ്ടപ്പെട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പ. പഠനകാലത്ത് അർജന്റീനയുടെ രാഷ്ട്രീയവും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു. നർമ്മബോധമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏറ്റവും ഒടുവിൽ ഗസയിലെ മനുഷ്യക്കുരുതിയിൽ മനംനൊന്ത് സമാധാനത്തിനായി ആഹ്വാനം ചെയ്ത ശേഷമാണ് അദ്ദേഹം വിടവാങ്ങിയത്. ലോകത്തിൻ്റെ മനസ്സിലെന്നും ഈ വിപ്ലവകാരിയായ മാർപ്പാപ്പ ജീവിച്ചിരിക്കും.